ബേക്ക് ആൻഡ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു അടിപൊളി കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കേക്ക് നട്ടി ബബിൾ കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റും നല്ല രസമുള്ള കേക്കാണ് കേട്ടോ ഈ ഒരു കേക്ക്. അപ്പോൾ ബേക്കിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുമാത്രമല്ല വീഡിയോ കണ്ട് എല്ലാവരും കേക്കൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ തുടങ്ങുക കേട്ടോ. അപ്പം വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടോളൂ. നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ ഏറ്റവും അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. 15K സബ്സ്ക്രൈബ് ആകുമ്പോൾ നിങ്ങൾക്ക് സമ്മാനം കിട്ടും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. അപ്പോൾ വീഡിയോ ഇട്ടിട്ട് തന്നെ ഇപ്പോൾ 5 ദിവസം വരെ ആയിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല തിരക്കാണ്. അച്ചാറൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കേക്കിൻ്റെ വീഡിയോയും കൂടെ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ടും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഐസിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ അല്ല, ഇതൊരു ബൂസ്റ്റ് കേക്കാണ് കേട്ടോ. ബൂസ്റ്റും കൂടി ചേർത്ത് തയ്യാറാക്കി എടുക്കുന്ന കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കിന് ബൂസ്റ്റിൻ്റെ ഒക്കെ നല്ല ഫ്ലേവർ കാണും കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഒരാൾ കേട്ടിട്ടുണ്ട്, ഞാൻ കേക്ക് കട്ട് ചെയ്യുമ്പം പൊടിഞ്ഞൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേക്ക് നല്ലതുപോലെ തണുത്ത ശേഷം മാത്രം കേക്ക് കട്ട് ചെയ്യുക. ഞാൻ പിന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നൂല് കൊണ്ടൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കേക്ക് നല്ലതുപോലെ തണുത്ത ശേഷം ചൂടോടെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പൊടിയും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കേക്ക് വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നനച്ചിട്ടുണ്ട് കേട്ടോ. ഷുഗർ സിറപ്പിലേക്ക് ഞാൻ കുറച്ച് ബൂസ്റ്റും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും അത് നമ്മൾ പാലും കൂടി മിക്സ് ചെയ്ത് ചേർത്തിരിക്കുന്നതാണ് കേട്ടോ. അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്ന ആദ്യം ക്രീം ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ബൂസ്റ്റ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കും. പിന്നെ നട്ട്സ് ഞാൻ ഇവിടെ ബദാമും അണ്ടിപ്പരിപ്പും ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചോക്ലേറ്റിന് പകരം ഞാൻ ചോക്കോ ചിപ്സാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതും ഞാൻ കുറച്ച് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫില്ലിങ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു കേക്ക് എന്ന് പറയുമ്പോൾ നല്ല ബൂസ്റ്റിൻ്റെ നല്ല ഫ്ലേവറാണ് ഈ ഒരു കേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആ ബൂസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിതിലേക്ക് ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഫില്ലിങ്. ഇതേപോലെ തന്നെയാണ് ഞാൻ 3 ലെയർ, നമ്മളിപ്പോൾ 2 ലെയർ, 3 ലെയറാണ് ഈ ഒരു കേക്കിന് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു 3 ലെയറിനകത്ത് ഈ ഒരു ഫില്ലിങ്ങാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ തന്നെയാണ് ഞാൻ എല്ലാം കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ക്രം കോട്ട് ചെയ്ത് നല്ലതുപോലെ എല്ലാ ഭാഗവും ക്രം കോട്ട് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂറെങ്കിലും നല്ലതുപോലെ സെറ്റ് ചെയ്യണം കേട്ടോ. അതായത് ഇപ്പം പെട്ടെന്ന് കൊടുക്കാനുള്ള കേക്കായതുകൊണ്ട് ഞാൻ അരമണിക്കൂർ വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് 1 മണിക്കൂറൊക്കെ വയ്ക്കാം കേട്ടോ. നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും വയ്ക്കാം. പിന്നെ ഞാൻ 10 മിനിറ്റ് വയ്ക്കുന്ന കേക്കുകളും ഉണ്ട് കേട്ടോ. കാരണം പെട്ടെന്നൊക്കെ കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഫൈനൽ ഐസിങ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ കൊടുക്കുന്ന കളർ ഒരു ചെറിയ പിങ്ക്. അവർ പറഞ്ഞ് വെള്ള വേണ്ട, ഒരു ലൈറ്റ് പിങ്ക് കളറോ അല്ലെ ഏതെങ്കിലും ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു പിങ്ക് കളർ കൊടുക്കാം. ഒരു ലൈറ്റായിട്ടൊരു പിങ്ക് കളർ, അധികം കളറും ഇല്ല, ഒരു ചെറിയൊരു പിങ്ക് കളറിലേ ഞാൻ കൊടുക്കുന്നുള്ളൂ കേട്ടോ കേക്ക്. അങ്ങനെ കേക്ക് ഞാൻ ഇവിടെ ക്രീമെല്ലാം വെച്ച് എല്ലാ ഭാഗത്തും നല്ല കട്ടിക്ക് തന്നെ ക്രീം കൊടുക്കുകയാണ്. കാരണം അധികം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാത്ത കേക്കായതുകൊണ്ട് തന്നെ നല്ല കട്ടിക്ക് തന്നെ ക്രീം കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് ഫിനിഷ് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതവിടെ എല്ലാ ഭാഗവും ഒന്ന് നല്ല കട്ടിക്ക് തന്നെ ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കാർഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഫിനിഷ് ചെയ്യണത്. സത്യം പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഈ റൗണ്ട് കേക്കാണ് കേട്ടോ. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം സ്ക്വയർ കേക്കിനേക്കാളും അത്രയും നല്ല എളുപ്പമെന്ന് പറയുന്ന റൗണ്ട് കേക്ക് ചെയ്യുന്നതാണ് കേട്ടോ, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. പിന്നെ ഏത് കേക്ക് കിട്ടിയാലും നമ്മൾ അത്രയും നീറ്റായിട്ട് എല്ലാം ചെയ്ത് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. അതിപ്പോൾ റൗണ്ട് ആയാലും സ്ക്വയർ ആയാലും ഏത് കേക്കായാലും നമ്മൾ നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾ കേക്ക് ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഒരു പ്രാവശ്യം വീഡിയോ കണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും അത് കേക്ക് ഉണ്ടാക്കി പഠിക്കാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക, അത് നമ്മൾ ചെയ്ത് നോക്കുക. കേക്കൊക്കെ ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. വേറെ ടൂൾസ് ഒന്നും വേണ്ട. ഈ ഒരു കാർഡ് ഉപയോഗിച്ച് തന്നെ പല ഡെക്കറേഷനും നമുക്ക് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ എൻ്റെ എൻ്റെ മക്കളെ കുഞ്ഞിലെയുള്ളൊക്കെ ഓരോ കാർഡുകളൊക്കെ എടുത്ത് ഞാൻ ഇതുപോലെയൊക്കെ വച്ചിരിക്കും കേട്ടോ. ഒന്നും കളയില്ല, നല്ലതുപോലെ വൃത്തിയാക്കി തുടച്ച് നീറ്റാക്കി നമ്മളൊരു ബോക്സിലിട്ട് വെക്കും കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് കേട്ടോ.
പിന്നെ ആശുപത്രിയിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മൾ ആ OPT കാർഡുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പഴയ കാർഡുകളൊന്നും കളയില്ല കേട്ടോ. അതെല്ലാം എടുത്ത് വെച്ചിരിക്കും, നല്ല വൃത്തിയാക്കി തുടച്ച് നീറ്റാക്കി. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നല്ല നീറ്റായി സൂക്ഷിക്കുക. കാരണം നമ്മൾ ഒരു ഫുഡ് തയ്യാറാക്കി കൊടുക്കുമ്പോൾ അത് അത്രയും വൃത്തിയോടും നീറ്റാക്കി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിറയെ പിന്നെയും ഓർഡർ വരും. നമ്മൾ ചെയ്യുന്ന സ്ഥലമൊക്കെ എപ്പോഴും നീറ്റായിരിക്കണം. കാരണം ഇത് അത്രയും വൃത്തിയോടെയാണ് നമ്മൾ ഫുഡ് ഐറ്റങ്ങൾ തയ്യാറാക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ഒരാൾ കഴിക്കുമ്പോൾ അതുമൂലം ഒരാൾക്കും ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും നീറ്റായിട്ട് സൂക്ഷിക്കുക. അത് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു വിപ്പിംഗ് ക്രീമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് മാക്സിമം നല്ലത് കേട്ടോ. ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീം, നമുക്കിപ്പോൾ നാളത്തെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ തലേദിവസം അത്യാവശ്യമായിട്ട് പെട്ടെന്നൊക്കെ കേക്ക് കൊടുക്കാനാണെങ്കിൽ തലേദിവസം വിപ്പിംഗ് ക്രീം അടിച്ച് ഫ്രീസറിൽ ഞാൻ വെക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അന്ന് തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. പിന്നെ എൻ്റെ അളവെന്ന് പറയുന്നത്, ഞാൻ ഇവിടെ 1 കിലോ കേക്കിന് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം, അത് കറക്റ്റ് അളവാണ്. പിന്നെ അതിൽ ബാക്കി വരെ ഒന്നും ചെയ്യില്ല. അപ്പം നിങ്ങൾ വിപ്പിംഗ് ക്രീമൊക്കെ എടുക്കുമ്പം 1.5 കപ്പ് അളവ്, 1 കിലോ കേക്കിന് 1.5 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുക്കുക. പിന്നെ നിറയെ ഡെക്കറേഷനൊക്കെ ഉണ്ടെങ്കിൽ 1.25 കപ്പൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ 4 ചുറ്റും കൊടുക്കുന്നത് ഇതുപോലെ നട്ട്സാണ് കേട്ടോ. ഞാൻ ഇവിടെ അണ്ടിപ്പരിപ്പ് ബദാമും ചെറുതായിട്ട് അരിഞ്ഞ ശേഷം അതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സും കൂടി ചേർത്ത് മിക്സ് ചെയ്താണ് ഞാൻ ഈ ഒരു കേക്കിൻ്റെ 4 ചുറ്റിന് ഇതുപോലെ ഒന്ന് കൊടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള കേക്കാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രം ഇതിൻ്റെ മുകളിൽ വെക്കുക. കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ ബൂസ്റ്റിൻ്റെ പൊടി ഇടുമ്പോൾ നമുക്ക് ആ ഒരു പേരെഴുതുന്ന ഭാഗത്ത് ആവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു അരിപ്പയിലേക്ക് ബൂസ്റ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല കട്ടിക്ക് തന്നെ ഇതുപോലെ ഒന്ന് അരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വലിയ പൊടികളൊന്നും വീഴില്ല, ചെറിയ സൈസിലുള്ള ആ പൊടി മാത്രമേ വീഴുള്ളൂ കേട്ടോ. അപ്പോൾ നിറയെ ഒന്ന് ആ ഒരു കേക്കിൻ്റെ പാകം കാണാത്ത രീതിയിൽ വേണം നമ്മളത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിറയെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ആ പാത്രം മാറ്റുമ്പോൾ നല്ല ക്ലിയർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ആ ഒരു സൈഡ് ബോർഡറിൽ ഞാൻ ലാസ്റ്റ് ഒരു ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഇല്ലേ, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഡോട്ടിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് എടുക്കുമ്പോൾ വെള്ളം പോലെ ആയിപ്പോകാൻ പാടില്ല, നല്ല കട്ടിയായിട്ട് വേണം നമ്മളിതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ അത് ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് നോക്കുക. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് കേട്ട് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കുന്ന വീഡിയോ ഒക്കെ ഇടണമെന്ന്. അതെല്ലാം ഇടാട്ടോ. എനിക്ക് ഇത്തിരി തിരക്ക് കാരണമാണ് അതെല്ലാം നിങ്ങൾക്ക് ഇട്ട് ഓരോന്നൊന്നും പഠിപ്പിച്ച് തരാം കേട്ടോ. ഇനി നമ്മൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പേരും കൂടെ എഴുതി കൊടുക്കാം കേട്ടോ. പിന്നെ പേരെഴുതുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ പാടുള്ള കാരണം കേട്ടോ. കാരണം എനിക്ക് നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുമെങ്കിൽ എനിക്ക് കേക്കിൽ പേരെഴുതുമ്പോൾ നല്ല തെറ്റാറുണ്ട്. അതുകൊണ്ട് ഞാൻ അതവിടെ സമയം എടുത്താണ് എഴുതുന്നത്. ഇത് സ്പീഡ് കൂട്ടിയതിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നുന്നത് കേട്ടോ. ഞാൻ നല്ല സമയം എടുത്താണ് ഈ പേരൊക്കെ എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഇതിലിത്തിരി ഞാൻ ബാക്കിലോട്ടാണ് കേട്ടോ കേക്കിൽ പേരെഴുതുന്ന കാര്യത്തിൽ. അപ്പോൾ ഞാൻ അതവിടെ പേരൊക്കെ എഴുതി ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കുകയാണ്. പിന്നെ ഞാൻ ഈ 4 ചുറ്റുള്ള ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചെറിയൊരു നോസിൽ, ഒരു ചെറിയ ഫ്ലവർ നോസിലാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം അതിലേക്ക് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കൊടുക്കുകയാണ്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കേക്ക് ലാസ്റ്റ് ഡെക്കറേഷൻ. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ കേക്കുകൾ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ഇതുപോലത്തെ നട്ടി ബബിൾ കേക്കൊക്കെ ചെയ്യാൻ അറിയാത്തവർ കേക്ക് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സമ്മാനങ്ങളുടെ കാര്യം ആരും മറന്നുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കാണ് സമ്മാനം കൊടുക്കുന്നത്. 15K സബ്സ്ക്രൈബ് ആകുമ്പോൾ സമ്മാനം കൊടുക്കും. എല്ലാവരും വീഡിയോ കാണണേ.